ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ ഫേസ് 2ന്റെ ആൻസർ കീ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ആരോഗ്യ സേതു ആണ് കേട്ടോ. ആൻസർ എന്താണ്? ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. അർജുന അവാർഡ് നേടിയിട്ടുള്ള അങ്കിത റേനയുടെ കായിക ഇനം ഏതാണ്? ടെന്നീസ് ആണ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ വനിതാ ശാക്തീകരണം. ആൻസർ ഡി ആണ്. നിശ്ചിത സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥ് ആണ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചുള്ള സംരംഭം ഏതാണ്? മലയാള മിഷൻ ആണ്. അടുത്ത ചോദ്യം, മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷാണ്. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാ? എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള വർഷം ചോദിക്കുകയാണെങ്കിൽ 1951 ആണ്. മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയുള്ള ദേശീയപാത NH-44 ആണ്. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായിട്ടുള്ള ഭൂവിഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായിട്ടുള്ള പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജ്ജം, ജൈവവാതക സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. അതായത് 1, 2, 3 ശരിയാണ് കേട്ടോ. സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ഇതെല്ലാം ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഡി ആണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടി ഏതാ? വേഗം ആൻസർ പറഞ്ഞോളൂ. മൗണ്ട് എവറസ്റ്റ് ആണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1947 ജൂലൈ 22-നാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ച ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബാങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 52 സെക്കൻഡ്സ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ചുള്ള സംഘടന ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് കേട്ടോ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്നിട്ടുള്ള വർഷം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1955 ആണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് ആണ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6 ആണ് കേട്ടോ. അടുത്ത ചോദ്യം, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ 42ാമത്തെ ഭേദഗതി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായിട്ട് നിലനിർത്തുന്നത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ഇടുക്കിയിലാണ്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാ? ആൻസർ ആലപ്പുഴയാണ്. കേരളത്തിലെ ഏക ചന്ദ്ര നിർമ്മാണ ഡിവിഷൻ എവിടെയാണ്? മറയൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ മലപ്പുറമാണ്. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പ്ലാഷ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. താഴ്ത്തി ഭാഷ എന്ന ഗ്രന്ഥം എഴുതിയതാരാ? ചട്ടമ്പി സ്വാമികളാണ്. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ മലബാർ കലാപം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ആൻസർ നിജാനന്ദ വിലാസം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പയ്യന്നൂരാണ്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്ന എവിടെയാണ്? തൃശ്ശൂർ 1936 ആണ്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ച ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അയ്യങ്കാളിയാണ്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു പ്രധാന സംഭവം ഏതാണ്? സവർണ ജാഥയാണ്. 51ാമത്തിന്റെ ആൻസർ വരുന്നത് എ ആണ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥന സമാജം ആത്മാറാം പാണ്ഡുരംഗെ, അതുപോലെ തന്നെ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. സന്താൾ കലാപം നടന്നിട്ടുള്ള വർഷം ഏതാണ്? 1855 to 1856 ആണ്.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ബംഗാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ഏക മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായരാണ്. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചെന്നാണ്? 1857 മെയ് 10 ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9, 1942 ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഫസൽ അലിയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ആൻസർ നിപ്പയും എയ്ഡ്സും ആണ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദമാക്കുക നവകേരള ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ആർദ്രമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ആൻസർ വൃക്കകളാണ്. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ 1ഉം 3ഉം ആണ് ശരി കേട്ടോ. 1ഉം 3ഉം എന്നിവയാണ് ശരി. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ്? റിക്കറ്റ്സ്. ജീവകം ഡി ആണ്. കേരളത്തിൽ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തനം ഏതാണ്? നമ്മൾ കോഡ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്, പ്രിയങ്കയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കോഴിക്കോടാണ്. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്ത ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ നൈട്രജൻ ആണ്. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? ആൻസർ സസ്യപരിപാലനം. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? ആൻസർ പെട്രോൾ ആണ്. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം? ആൻസർ 1 ആണ്. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോവേറ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, ശരിയാണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ, ശരിയാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. തെറ്റായിട്ടുള്ളത് ഏതാ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇതാണ് തെറ്റ് കേട്ടോ. അപ്പൊ 4 മാത്രമാണ് ഇതിനകത്ത് തെറ്റായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. അടുത്ത ചോദ്യം നോക്കാം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ആൻസർ പ്ലവന പ്രക്രിയ. കാൽഷ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? ആൻസർ എത്ര വരുന്നത്? 4 ആണ് കേട്ടോ. 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓറഞ്ച് ആണ്. ഊഷ്മാവ് അളക്കുന്ന ഒരേ ഒരു യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കെൽവിൻ ആണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിന്റെ ഗതികോർത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? ആൻസർ 4 ഇരട്ടിയാകും. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? സോളാർ വാട്ടർ ഹീറ്റർ. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡ്സ് ആണെങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം? ആൻസർ 99 സെക്കൻഡ്സ്. ഇതിന്റെ ആൻസറൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. മാത്സിന്റെ ആൻസർക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഫോട്ടോയിലെ പുരുഷനെ ചൂണ്ടിക്കൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരന്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകനാണ്. ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം ഏതാണ്? സഹോദരനാണ്. 83ാമത്തെ ആൻസർ വരുന്നത് 4519 ആണ്. ബി ആണ് കേട്ടോ. 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ടിൽ അനുവദിച്ചാൽ വിറ്റാൽ നഷ്ടം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ 50 രൂപ. ഇതിൻ്റെയൊക്കെ ഞാൻ ആൻസർ കീ ചെയ്യാം കേട്ടോ, വിശദമായിട്ട് ചെയ്യാം. അടുത്ത ചോദ്യം 85ാമത്തെ ആൻസർ 3³ × 2 - 4 + 14. അതിൻ്റെ ആൻസർ വരുന്നത് 64 ആണ്. 86ാമത്തെ ആൻസർ വരുന്നത് 62 ആണ്. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ വരുന്നത് 4² + 3² ആണ്. 88ന്റെ ആൻസർ വരുന്നത് 122 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ആൻസർ ഇതിനകത്തില്ല. 90ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് 10 ആണ്. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏതാണ്? ആൻസർ വരുന്നത് 125 ആണ്. 92ാമിൻ്റെ ആൻസർ വരുന്നത് 16.612 ആണ് കേട്ടോ. 93ന്റെ ആൻസർ വരുന്നത് ഡിഗ്രി ആണ്. 94ന്റെ ആൻസർ വരുന്നത് 67 ആണ്. ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ച ആണെങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ശനിയാണ്. സരളയുടെ റാങ്ക് മുന്നിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉം ആണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ വരുന്നത് 46 ആണ്. 2 സംഖ്യകളുടെ ലസാഗു 7700ഉം ഉസാഗ 11ഉം ആണ്. അതിലൊരു സംഖ്യ 275 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത്? ആൻസർ വരുന്നത് 308 ആണ്. 98ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് 46 1/3 ആണ്. 99ന്റെ ആൻസർ വരുന്നത് 39 ആണ്. 100ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 125 ആണ്.